ഇപ്പൊ ആരാ ജയിച്ചത്? ചാണ്ടിയുമ്മനാണോ അതോ ജയിക്കാണോ? ഇപ്പൊ നിയമസഭയിൽ പോകാൻ അവസരം ലഭിക്കുന്നത് ചാണ്ടിയുമ്മനായിരിക്കുമോ ജയിക്കാനായിരിക്കുമോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വാദം കേട്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാദം കഴിയുമ്പോൾ ജയിക്കിന് ആ വാദത്തിന്റെ വീഡിയോ ശകലവുമായിട്ട് പോയാൽ നിയമസഭയ്ക്കകത്ത് ഇന്റർവ്യൂ കൊടുക്കും. ഏറ്റവും മിനിമം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നെങ്കിലും അംഗീകരിച്ചിട്ട് സംസാരിച്ച് തുടങ്ങുന്നതല്ലേ മര്യാദ? കോമൺ സെൻസ് സീരിയലാത്തതുകൊണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഇവർ പറയുന്ന വിഷയം എന്താ? BJP വോട്ട്. നാണമില്ല എന്റെ സ്നേഹിത പറയാനായിട്ട്. ബൂത്ത് നമ്പർ 72. ഈ ബൂത്ത് നമ്പർ 72ന്റെ പ്രത്യേകത എന്റെ മാന്യ സ്നേഹിതൻ ശ്രീ ഷിജുഖാൻ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. നമ്മുടെ ജെയ്സി തോമസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ബൂത്താണ്. കൊല്ലാതിരിക്കാൻ പറ്റുമോ? പഞ്ചായത്ത് അവരുടെയിലാണ്. ഇനി ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് CPM-ന്റെ പഞ്ചായത്ത് മെമ്പറാണ്. ആ ബൂത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജെയ്സി തോമസിന് ഏതാണ്ട് 106 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ജെയ്സി തോമസ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ 146 വോട്ട് പിന്നിൽ പോയിരിക്കുക. നിങ്ങളുടെ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന CPM-ന്റെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മന വോട്ട് ചെയ്തത്. കാരണം എന്താ? നിങ്ങളുടെ സംസ്ഥാനത്തെ ഭരണത്തിനെതിരായിട്ടുള്ള വികാരമാണ് അതിൽ പ്രധാനമായിട്ട് പ്രതിഫലിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. ഇപ്പൊ ഇവര് പറഞ്ഞില്ല, പ്രചരണം ഒന്നും ഇവർ നടത്തിയില്ലേ? മുഖ്യമന്ത്രി 3 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തില്ലേ? എല്ലാ പഞ്ചായത്തിന്റെ പ്രാതിനിധ്യത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ലേ? ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? വെള്ളക്കരം വർദ്ധിപ്പിച്ച റോഷി അഗസ്റ്റിൻ ചെന്ന് വോട്ട് ചോദിച്ചാൽ വോട്ട് കൊടുക്കുമോ? ശ്രീവിലാഷേ, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച കൃഷ്ണൻകുട്ടി വീടുകളിൽ പോയി വോട്ട് ചോദിച്ചാൽ വോട്ട് കൊടുക്കുമോ? കാർഷികോൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്ന് വാങ്ങിയതിനു ശേഷം അവർക്ക് പണം കൊടുക്കാത്തതിന്റെ പേരിൽ അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ P. പ്രസാദ് എന്ന കേരളത്തിലെ കൃഷിമന്ത്രി വീട് വീടാന്തരം വോട്ട് ചോദിച്ചാൽ കൊടുക്കുമോ? ഉറക്കം വരുന്നു. പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധനവ്, സെസ് വർദ്ധിപ്പിച്ച് അത് കൂടാഞ്ഞിട്ട് അങ്ങനെ വർദ്ധിപ്പിച്ചതിന് ശേഷവും കേരളത്തെ കടക്കടിയിലേക്ക് തള്ളിവിടുന്ന KN ബാലഗോപാൽ ഭൗതികമായി ഏതൊരു പ്രസംഗം നടത്തിയാലും ജനങ്ങൾ വോട്ട് കൊടുക്കത്തില്ല. ആ മണ്ഡലത്തിന് ചുമതലയുണ്ടായിരുന്ന വാസവൻ സഹകരണ മന്ത്രിയാ. കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് എന്താ? കരിവന്നൂര് പോലെയുള്ള എത്ര ബാങ്കുകൾ, ഈ ബാങ്കുകൾ നിക്ഷേപിച്ച സാധാരണക്കാരന് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു പണമെടുക്കാൻ കഴിയാത്തതിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ആ സഹകരണ മന്ത്രി ഒരു തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായിരിക്കുമ്പോ ജനങ്ങൾ വിധിയെഴുതിയില്ലേ? ഇപ്പൊ പുതുപ്പള്ളിയിലെ റിസൾട്ട് വന്നാൽ കേരളത്തിലെ ഭരണത്തെ മാറുന്ന സ്വാധീനിക്കുന്ന തെരഞ്ഞെടുപ്പൊന്നുമല്ലോ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ താല്പര്യത്തോടു കൂടി വിജയത്തെ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ 3.5 കോടി മലയാളികൾക്ക് ചെയ്യാൻ കഴിയാത്ത വോട്ട് പുതുപ്പള്ളിക്കാർ ചെയ്തു കൊടുത്തു എന്നുള്ളതിന്റെ സന്തോഷത്തിൽ ഈ സർക്കാരിന്റെ കരണമടിച്ചിട്ട് എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ജനങ്ങൾ പുകച്ചിട്ട് നിൽക്കുമ്പോഴും ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കാനായിട്ട് ചില്ലറ എളുപ്പൊന്നും പോരാ. ശ്രീഅഭിലാഷേ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.